വെൽക്കം ടു M-Tutor യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് സീരീസിലെ സിലബസ് ഡിസ്കഷൻ ആണ്. UGC നെറ്റ് എക്സാം പാറ്റേൺ will consist of 150 questions for 300 marks which will be done in 3 hours. സോ നമുക്ക് നിലവിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് 300 മാർക്സും ആണ് ഗ്രാൻഡ് ടോട്ടൽ ഉള്ളത്. ഏകദേശം നമ്മുടെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ അത് ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, അതായത് എക്സാമിൻ്റെ സമയത്ത് ഓപ്റ്റ് ചെയ്യുന്നത് ഏത് സബ്ജക്റ്റ് ആയാലും, കമ്പ്യൂട്ടർ സയൻസോ സാൻസ്ക്രിറ്റോ മലയാളമോ അങ്ങനെ ഏത് സബ്ജക്റ്റ് ആയാലും അതിനെ ബേസ് ചെയ്ത് എല്ലാ സബ്ജക്റ്റിനും എന്തായിരിക്കും സെയിം റൂള് തന്നെയാണ്. 150 ക്വസ്റ്റ്യനും 300 മാർക്സും. ഒപ്പം തന്നെ അവർ എന്ന് പറയുന്നത് 3 hours ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. 3 hours എന്ന് പറയുമ്പോൾ ഏകദേശം 180 മിനിറ്റ്സോളം ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. There will be 2 papers. 2 പേപ്പേഴ്സാണ് ഉണ്ടാവുക. അതായത് ഏത് കാറ്റഗറി ആയാലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെയും അതുകൂടാതെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ജനറൽ പേപ്പറിൻ്റെ കാറ്റഗറീസുമാണ് ഉണ്ടാവുക. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഇനി കൂടുതൽ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ നിലവിലുള്ള ഈ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരും സീരീസും കാര്യങ്ങളെല്ലാം പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. സോ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം പാറ്റേൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. MCQ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തോന്നുന്ന ഏതാണോ കറക്റ്റായ ഉത്തരം അത് ചൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നുള്ള പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു CBT ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. അതായത് കമ്പ്യൂട്ടറിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസും അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ക്രീനിൽ നമുക്ക് വരും. സോ അത് ബേസ് ചെയ്ത് നമുക്ക് എന്താണ് അതിനെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ചൂസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുക. സോ നോർമലി ഇതിൽ 2 പേപ്പേഴ്സാണുള്ളത്. പേപ്പർ 1 ഫോർ ജനറൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ജനറൽ പേപ്പേഴ്സും. പേപ്പർ 2 കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ മാർക്ക് 300 ആണ്. പേപ്പർ 1 100ഉം പേപ്പർ 2 200ഉം. ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻസ് കാണും. പേപ്പർ 1 നിന്ന് ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പേപ്പർ 2 നിന്ന് ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം മാക്സിമം നിങ്ങളുടെ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസിന് ഈ 150ഓളം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഏകദേശം 3 hours തീർക്കുന്ന രീതിയിൽ നമ്മൾ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യണം. സോ അങ്ങനെ ഒരു രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർക്ക് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ കമ്മിങ് ടു ദി UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് സിലബസ്. UGC കമ്പ്യൂട്ടർ സയൻസിൽ വരുമ്പോഴത്തേക്കും 10 യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക. 10 യൂണിറ്റ്സ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂണിറ്റ് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്റ്റിമൈസേഷൻ എന്നുള്ള ഇതാണ് ഫസ്റ്റ് ടോപ്പിക്സ്. അതിൻ്റെ അകത്ത് വരുന്നത് മാത്തമാറ്റിക്കൽ ലോജിക്ക്, സെറ്റ്സ് ആൻഡ് റിലേഷൻസ്, കൗണ്ടിങ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആൻഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി, ഗ്രൂപ്പ് തിയറി, ഗ്രാഫ് തിയറി, ബൂളിയൻ ഓൾജിബ്ര, ഓപ്റ്റിമൈസേഷൻ, ഇങ്ങനത്തെ ടോപ്പിക്സാണ് നമ്മൾ അതിൽ കവർ ചെയ്യുക. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് പേപ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. സോ അതനുസരിച്ചായിരിക്കും നമ്മൾ ഇനി മുതൽ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സസും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ വരുന്നതാണ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് കോമ്പണൻസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ നടക്കുന്നത്, രജിസ്റ്ററിൻ്റെ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ്, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ, പ്രോഗ്രാമിംഗ് ദി ബേസിക് കമ്പ്യൂട്ടർ, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ, CPU റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ പൈപ്പ് ലൈന്, വെക്ടർ പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻപുട്ട് IO ഓർഗനൈസേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻസ്, പിന്നെ മെമ്മറിയുടെ ഹൈറാർക്കി, വേരിയസ് ടൈപ്പ് ഓഫ് മെമ്മറീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുക. മൾട്ടി പ്രോസസ്സേഴ്സ്, ഇതൊക്കെയാണ് യൂണിറ്റ് 2 വരുന്നത്.
യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലാംഗ്വേജ് ഡിസൈൻ, അതായത് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഇഷ്യൂസ്, ബൈൻഡിങ് ടൈംസ്, പിന്നെന്താ സിൻടാക്സുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിങ്ങിലുള്ള ടോക്കൺസ്, ഐഡൻറ്റിഫയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അകത്ത് വരുന്ന കുറച്ച് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്, പ്രോഗ്രാമിംഗ് C++ൽ വരുന്ന പ്രോഗ്രാമിംഗ് C++, ദെൻ ഊപ്സ് കൺസെപ്റ്റുകൾ, 2D ജോമെട്രിക്കൽ ട്രാൻസ്ഫോംസ് ആൻഡ് വ്യൂവിങ്, 3D ഓബ്ജക്റ്റ് പ്രസൻറ്റേഷൻ ആൻഡ് വ്യൂവിങ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മോഡ്യൂൾ 3, അതായത് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 4 വരുമ്പോൾ നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാറ്റഗറിയിൽ നമ്മൾ വരുന്നത് ഡേറ്റാബേസിൻ്റെ സിസ്റ്റം കൺസെപ്റ്റുകൾ, വിവിധ ആർക്കിടെക്ചറുകൾ, എങ്ങനെയാണ് മോഡലിങ്സ് ഉള്ളത്, പിന്നെ സീക്വൽസ് കൺസെപ്റ്റ്സ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീക്വൽസുകൾ, അതിൻ്റെ ഡേറ്റ ടൈപ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റിൽ ഉണ്ടാവുക. പിന്നെ അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ടോപ്പിക്ക് ബിഗ് ഡാറ്റ സിസ്റ്റംസും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 5, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യൂണിറ്റ് 5 എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ അതിൽ കൺസെപ്റ്റുകൾ വരുന്നത് ബേസിക്കലി നമ്മൾ നോക്കുന്നത് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറെ പറ്റി, ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ് പ്രോസസ് മാനേജ്മെൻറ്റ്, അതായത് പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, പ്രോസസ് സിങ്ക്രണൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. CPU ഷെഡ്യൂളിംഗ്, ത്രെഡ്സ്, ഡെഡ്ലോക്സ്, മെമ്മറി മാനേജ്മെൻറ്റ്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ലിനക്സിൻ്റെ OS, വെർച്വൽ മെഷീൻസ്, സെക്യൂരിറ്റി, ഇങ്ങനത്തെ സബ് മോഡ്യൂൾസാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 6 എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ബേസിക്കലി ഇൻക്ലൂഡ് ആവുന്നത് സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ് മോഡലുകൾ, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോരോ ഫേസുകൾ കടന്നു പോകുന്നത്, സോഫ്റ്റ്വെയർ ഡിസൈൻ സ്റ്റെപ്സ്, അതിലൂടെ പോകുന്ന ഓരോ ഡോക്യുമെൻറ്റേഷൻ ടൈപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി, then estimation and scheduling of software projects, software testing, different types of testing, white box, black box, അങ്ങനെയുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. then software configuration management. സോ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 6 ആയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കവർ ചെയ്യുക. യൂണിറ്റ് 7 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. നമ്മുടെ ഈ സെക്ഷനിൽ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ സ്ട്രക്ചറുകൾ, പെർഫോമൻസ് അനാലിസിസ്, ഓരോരോ അൽഗോരിതത്തിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, ഓരോരോ ട്രീസ്, ഡിസൈൻ ടെക്നിക്സ്, ലോവർ ബൗണ്ട് തിയറി, ഗ്രാഫ് അൽഗോരിതംസ്, കോംപ്ലക്സിറ്റി തിയറി, സെലക്റ്റഡ് ടോപ്പിക്സ്, അതായത് നമ്പർ തിയററ്റിക്കൽ അൽഗോരിതംസ്, പോളിനോമിയൽ അരിത്തമെറ്റിക്, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുക. അടുത്ത യൂണിറ്റ് 8 എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കമ്പൈലേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ അതിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനെ കുറിച്ച് കാണാം, ഫോർമൽ ലാംഗ്വേജ്, നോൺ കോമ്പിറ്റേഷണൽ പ്രോബ്ലംസ്, ഡയഗണൽ ആർഗ്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റെഗുലർ ആയിട്ടുള്ള ലാംഗ്വേജ് മോഡൽസ്, പിന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, ട്യൂറിംഗ് മെഷീൻസിനെ പറ്റി, അൺസോൾവബിൾ പ്രോബ്ലംസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, സിൻടാക്സ് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 8 നമ്മൾ കവർ ചെയ്യുന്നത്. റൺ ടൈം സിസ്റ്റം, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആൻഡ് കോഡ് ഒപ്റ്റിമൈസേഷൻ. സോ ഇങ്ങനത്തെ കാര്യമാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ യൂണിറ്റ് 9 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇതിൽ ബേസിക്കലി നമ്മൾ നോക്കുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ്, അതിൻ്റെ ഓരോരോ ടേമുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതായത് ടോപ്പോളജീസും കാര്യങ്ങളും നോക്കുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ മോഡൽസ് നോക്കുന്നുണ്ട്. പിന്നെ OSI, TCP ആൻഡ് IP മോഡൽസ്, IP ലെയേഴ്സ്, അങ്ങനെയുള്ള ഓരോരോ ലെയറുകൾ, അതിൽ വരുന്ന ഓരോരോ പ്രോട്ടോക്കോൾസ്, കാര്യങ്ങളൊക്കെ, ടേംസുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഫങ്ഷൻസ് ഓഫ് OSI ആൻഡ് TCP or IP ലെയേഴ്സിൽ സബ് മോഡ്യൂളിൽ വരുന്നത്. പിന്നെ വേൾഡ് വൈഡ് വെബ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഡിഫറെൻറ്റ് എൻക്രിപ്ഷൻ അൽഗോരിതംസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പബ്ലിക് കീ, സീക്രട്ട് കീ കാര്യങ്ങളൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ വരുന്നത്. പിന്നെ മൊബൈൽ ടെക്നോളജി, GSM, CDMA, സർവീസസ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് GSM ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ സബ് മൊഡ്യൂൾ വരുന്നത്. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT, SAS,
PAS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT എന്ന് പറയുന്ന സബ് മോഡ്യൂളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ module of this computer science series, that is syllabus, that is artificial intelligence. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ലാസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്രോച്ചസ് ടു AI പറ്റി ഉള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്ലാനിങ് ഫേസ്, പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എങ്ങനെയാണ് നടത്തുന്നത്, മൾട്ടി ഏജൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച്, ഫസി സെറ്റ്സിനെ പറ്റി, ജനറ്റിക് അൽഗോരിതത്തിനെ പറ്റി, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ പറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 10 നമ്മുടെ യൂണിറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് എക്സാം ആകുമ്പോഴത്തേക്കും നമുക്കിത് ടോട്ടലി നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. സോ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും പോർഷൻ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. കൂടുതൽ വീഡിയോസും മറ്റു കാര്യങ്ങളുമായി ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബെൽ ബട്ടണും കാര്യങ്ങളും എനേബിൾ ആക്കി വെക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന mtutoracademyofficial@gmail.com എന്നുള്ള മെയിലിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കമൻറ്റിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. സോ വേണ്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.